അപ്പോ നമ്മുടെ സോണിക്കുട്ടിക്ക് ഇന്നേക്ക് 27-ാം വയസ്സ് ആകുവാണ്. 27 വയസ്സ് തികയുന്ന നമ്മുടെ മുതുക്കി തള്ളക്ക് അവളുടെ ബർത്ത്ഡേ ആഘോഷത്തിന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 26 ആരാണ് 26 27? ചെറിയൊരു കേക്ക് മുറി. ഇതിപ്പോ ചെറുത്, ഇനി കുറച്ച് കഴിഞ്ഞ് വലുത് വരും. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ തൽക്കാലം നമുക്ക് ഉള്ളോണ്ട് ഓണം പോലെ നമ്മൾ ആഘോഷിക്കാൻ പോവാണ് കേട്ടാ. ഓക്കെ അല്ലേ? എന്താ യെസ്, ഇവിടെ നമ്മുടെ പൃഥ്വിനൊക്കെ നോക്കിയൊക്കെ കേക്കിന് വേണ്ടി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കാണ് ചെക്കൻ. എപ്പ കേക്ക് മുറിക്കും എന്നൊക്കെയാണ് ഒരുത്തൻ നോക്കിയിരിക്കും. അപ്പൊ ഗൈസ്, നമ്മുടെ സോണിക്കുട്ടിയുടെ 27-ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ്. ഏത് നിമിഷമാകും. അപ്പൊ 59 ഇപ്പൊ പൊട്ടും. 26-ൽ നിന്നും 27-ലേക്കുള്ള വെറും 1 മിനിറ്റിന്റെ ദൂരം മാത്രം ഗൈസ്. താള സമ്മതിക്കില്ലോട്ടെ. 27 വയസ്സ് നിങ്ങള് 1997 97 2024 മൈനസ് ഇന്ത്യ 27ആണ്. Yes, happy birthday to you. Happy birthday to you. Happy birthday dear Sonikutti. Happy birthday to you. ഒന്നെന്റെ തള്ളയ്ക്കും ഒന്നെന്റെ കെട്ടിയോനും അവിടെ അനിയന് മാത്രം കൊടുത്തില്ല. വേസ്റ്റ് ചെയ്യല്ലോ ഫുഡ്. എനിക്ക് കഴിച്ചതിന്റെ ബാക്കിയൊന്നും വേണ്ട. അങ്ങനെ നമ്മളെ സോണിക്കുട്ടിയുടെ ജന്മദിനം 27-ാമത്തെ ജന്മദിനം നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പൊ 17 വയസ്സ് 10 വയസ്സ് 15 വയസ്സ് എന്നാ നഴ്സറി കുട്ടയെന്ന് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി വീഡിയോ നാളെ വരുന്നുണ്ട്. അപ്പൊ കാണാം. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എന്താ ദിവസം എന്നറിയോ? ഇന്ന് എൻ്റെ പ്രിയതമയുടെ പിറന്നാളാണ്, ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ജീവനായ പാതിക്ക് 1000 ബർത്ത്ഡേ വിഷസ് ഞാൻ ഇതിലൂടെ നേരുന്നു. നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മുടെ കാലത്തുള്ള പരിപാടി, ഇപ്പോൾ സമയം ഇപ്പോൾ 7 മണിയാണ്. അപ്പോൾ ഞങ്ങൾ കാലത്ത് ഇന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ ഇവിടെ എവിടെയാണ് അമ്പലം? മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വരാം. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലമാണ് കാണുന്നത്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഒന്ന് തൊഴണം. വരൂ, ബർത്ത്ഡേക്കാരി വരൂ. എന്തിനാ ബാഗ്?
ബാഗ് വേണ്ട, അവിടെ വെക്കി. അത് ഒരു ബാധാവും. അപ്പോൾ ഗായ്സ് അമ്പലത്തൊക്കെ പോയി ഭഗവാനൊക്കെ തൊഴുതു. കുറച്ച് ദൈവവിശ്വാസം, സാന്നിധ്യം, ആത്മവിശ്വാസമൊക്കെ ഉള്ളിൽ കയറ്റി. ഒരാൾ നടന്നു വരുന്നെങ്കിൽ ആരില്ല, ഒട്ടിയാരില്ല, അത് ഒട്ടിയതാടി. അപ്പം എന്നാൽ നേരെ വീട്ടിലേക്ക് കിട്ടാം. രണ്ട് നെയ് റോസ്റ്റ് അടിക്കാൻ വേണ്ടി വിശപ്പല്ല, എന്ത് നോക്കി അപ്പോൾ അങ്ങനെ ഗൈസ് അമ്പലത്തൊക്കെ പോയി. ഞങ്ങളിപ്പോൾ കുറച്ച് മുന്നേ വീട്ടിലേക്ക് വന്നു. ഇനി നമുക്കുള്ള ഇന്നത്തെ പരിപാടി എന്താ അറിയോ, നമ്മുടെ ബർത്ത്ഡേകളിന് വേണ്ടി നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നല്ലൊരു ബിരിയാണി പറഞ്ഞാൽ അടിപൊളി നല്ല ഒന്നാം തരം ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് ഇരുന്ന് കാണിക്കും. എന്നിട്ട് ഗൈസ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അതിലിങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി കുഴച്ച്, പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അതുണ്ടാക്കി കൊടുക്കാൻ നല്ല ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് തയ്യാറാക്കി കൊടുത്തു. വളരെ സന്തോഷമായിരുന്നു അവൾക്ക്. ഇപ്പം ഇനി അതിൻ്റെ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം മറക്കാതെ നിങ്ങൾ കാണണം. ഇതിൻ്റെ റെസിപ്പി അടിപൊളിയായിരുന്നു, വളരെ അടിപൊളി ടേസ്റ്റായിരുന്നു കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സോണിക്കുട്ടിയുടെ പിറന്നാൾ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതിന് കിട്ടേണ്ട സപ്പോർട്ട് നമുക്ക് അതിനും വേണം കേട്ടോ. അപ്പോൾ എന്നാൽ ഓക്കെ, ബൈ.